ഈ ഫ്രീക്വൻ്റ്ലി ഉള്ള ഫാസ്റ്റിംഗ്, ഇപ്പം നോമ്പ് കാലത്ത് ഫ്രീക്വൻ്റ്ലി നോമ്പ് എടുക്കുന്നത് ഓറലിനെ എന്തെങ്കിലും ഹെൽത്തിനെ ബാധിക്കുന്നതാണോ? ഓറൽ ഹെൽത്തിന് അങ്ങനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് ആ സമയത്തുള്ള ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിലുള്ള ഉമിനീര് ഭയങ്കര കുറവായിരിക്കും. ഉമിനീര് കുറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ വായിലുള്ള ഫ്ലഷിങ് മെക്കാനിസം നടക്കുന്നില്ല. ഉമിനീരാണ് ആക്ച്വലി നമ്മുടെ വായിലത്തെ അണുക്കളൊക്കെ ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കണം കോൺസ്റ്റന്റ് ആയിട്ട്. അത് നടക്കാത്തത് കൊണ്ട് വായിൽ ചെറിയ പൊട്ട സ്മെല്ല് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് 2 നേരം പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കാലത്ത് ബ്രഷ് ചെയ്യാൻ ചിലവർ താല്പര്യപ്പെടില്ല. നോമ്പിന്റെ സമയത്ത് എങ്ങനെ ബ്രഷ് ചെയ്യുക, പേസ്റ്റ് ഉപയോഗിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അത്താഴത്തിന്റെ സമയത്ത് ബ്രഷ് ചെയ്യാം. ഇല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. പണ്ടത്തെ സംഘങ്ങളിലും മിസ് വാക്ക് യൂസ് ചെയ്യാം. അത് സുന്നത്തായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ യൂസ് ചെയ്യാം. ബട്ട് വായ ഹൈജീൻ ആക്കി വെക്കുക. ബിക്കോസ് ഫ്ലഷിങ് ആക്ഷൻ നടക്കാത്തത് കൊണ്ട്. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. മധുരമുള്ള സാധനങ്ങൾ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. നല്ല വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വായ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ തന്നെ പറ്റും.